നമ്മുടെ വേൾഡ് വെർസലിംഗ് ചാമ്പ്യൻ ഹോഗൻ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ ഒരു പഴയകാല ഓർമ്മ എന്നിലേക്ക് ഓടിയെത്തി. ഞാൻ ഗൾഫിലേക്ക് വരുന്നത് 1982 ആഗസ്റ്റ് മാസം 19-ാം തീയതിയാണ്. സൗദി അറേബ്യയിൽ വന്ന് ഞങ്ങളുടെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവന്നാക്കി എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേന്ന് കാലത്ത് ഞങ്ങളുടെ സ്പോൺസർ വന്നപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപയോഗിച്ച് കളഞ്ഞായിരിക്കും. അദ്ദേഹം കളർ TV മേടിച്ചപ്പോൾ അതവിടെ ഇരുന്നത് കൊണ്ട് ഞങ്ങളെ കൊണ്ടുവന്ന ഈ ഏജൻറ്റ് എന്തൊക്കെയാണ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അവരൊക്കെ മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം എടുത്തുകൊണ്ട് വന്നത്. എന്തായാലും ഒരു ചെറിയ 14 ഇഞ്ചിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV അതുകൊണ്ട് തന്നു. അപ്പോൾ അതുകൊണ്ട് TV കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അന്ന് ഒരു ഏരിയയിലൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് തല്ലി പിടിക്കുകയുള്ളൂ. അങ്ങനെ വൈകുന്നേരം ഞങ്ങളെ കൊണ്ടുവന്ന ഏജൻറ്റ് ചെന്ന് ഒരു വലിയ ഏരിയയിൽ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ കൊണ്ടുവന്ന് ഞങ്ങൾ കമ്പിയൊക്കെ വച്ച് കെട്ടി മോളി വെച്ച് പിടിച്ചപ്പോൾ ഇങ്ങനെ മിന്നി കിട്ടുന്ന ഒരു രീതിയിൽ ഒരു ചാനൽ കിട്ടി. ആ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ മനുഷ്യനെയാണ്. അദ്ദേഹം കാണുന്നതാണെങ്കിലോ അദ്ദേഹം 2 കൈയിലും അദ്ദേഹത്തെ പോലെ അത്രയും വലിപ്പമുള്ള 2 മനുഷ്യന്മാരെ 2 കൈയിൽ തൂക്കിയെടുത്ത് അടിക്കുന്ന രംഗങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ വെച്ച് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ അറിയാമല്ലോ, മീഡിയം ദരിദ്രരായ ഫാമിലികളിലൊന്നും അന്ന് TV ഒന്നും ഉണ്ടാവില്ല. ആ പഴയ റേഡിയോയിലൂടെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമുക്കത് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിയൊന്നുമില്ല. TV കാണുന്നത് തന്നെ ഇവിടെ വന്നിട്ടാണ്. അപ്പം നമുക്ക് അന്നൊക്കെ ഇതെന്തൊരു അതിശയം പോലെ തോന്നി. കാരണം ഇത് നമുക്ക് അന്ന് അറിയില്ല, ഇതിൻ്റെ സത്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞത് നാച്ചുറലായിട്ടുള്ള അടിയാണ്. ഇയാൾ 2 പേരെ തൂക്കി അടിക്കുക തന്നെയാണ് ചെയ്യണത്. ശരിക്കും ഇദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടായിട്ട് തന്നെയാണ്, അല്ലാതെ ഈ 2 മനുഷ്യരെ തൂക്കി അടിക്കാൻ കഴിയില്ല. അതൊരു കളിയായിരിക്കാം, എങ്കിൽ തന്നെ തൂക്കി അടിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണമല്ലോ. എന്തായാലും ഈ പേശികളുടെ രാജാവെന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ വ്യാഴാഴ്ച ദിവസം ബഹ്റിൻ ചാനലിട്ട്, അന്നത്തെ പഴയ ഗൾഫുകാർക്കൊക്കെ അറിയാം. അന്ന് ഞങ്ങൾ വ്യാഴാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എല്ലാവരും കമ്പനികളിലും വെള്ളിയാഴ്ചയൊക്കെ അവധിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഈ ബഹ്റിൻ ചാനലിൽ ഹിന്ദി സിനിമയും ഇതുപോലെ റെസ്ലിങ്ങും ഒക്കെ ഇടും, ഗുസ്തി അങ്ങനെ ഇടും. അപ്പോൾ ഞങ്ങൾ ഒരു ടീം അങ്ങനെ കാത്തിരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഗുസ്തികളാണ് കാണുന്നത്. അന്നത്തെ താരം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്, പ്രധാന താരം. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന താരം ഇദ്ദേഹമാണ്, നമ്മൾ കാണുന്ന താരകം. പക്ഷേ അതിനേക്കാൾ വലിയ താരങ്ങൾ അന്നുണ്ട്. മറ്റേ സൂപ്പർ ഫ്ലൈ സ്നൂഹയും മറ്റേ ജെയിൻറ്റും ഒക്കെ അന്നത്തെ താരങ്ങളാണ്. ഇന്നത്തെ റോക്കിയൊക്കെ പിന്നീട് വന്ന പയ്യന്മാരാണ്. ഇപ്പോഴത്തെ റോക്കി എന്ന് പറയുന്നൊരു വലിയ നടനുണ്ടല്ലോ, സിനിമാ നടനും റെസ്ലിംഗ് ചാമ്പ്യനുമൊക്കെ ഉള്ള അദ്ദേഹമൊക്കെ പിന്നീടൊക്കെ വന്നവരാണ്. പക്ഷേ എന്തായാലും അന്നത്തെ കാലത്ത് ഞങ്ങളെ ഭയങ്കരമായിട്ട് എൻ്റെ അതേ ഏജിലൊക്കെ ഉള്ളവരുടെ, അതുപോലെ തന്നെ 82, 80 പിന്നെ 85 കാലഘട്ടത്തിലൊക്കെ ഗൾഫിലേക്ക് വന്നവരെയൊക്കെ ഒരുപാട് നേരം നമ്മളെ ഒരുപാട് ആനന്ദിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ ഗുസ്തിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് എല്ലാവരും കൂടെ നിരന്നിരുന്ന ആ ഗുസ്തിയൊക്കെ കാണുന്നതൊക്കെ ഇദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുകയായിരുന്നു ആ രംഗങ്ങളെല്ലാം. ആ പഴയകാല ഓർമ്മകളെല്ലാം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ മരണം നമുക്കത് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പന്തായം വരെ വയ്ക്കും. ഇന്ന് ഹോഗൻ്റെ കളിയുണ്ട്, ഇദ്ദേഹമേ ജയിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മത്സരവും ഒരു വാശി പോലെയാണ്. ഞങ്ങൾ റൂമിലുള്ളവരൊക്കെ തമ്മിൽ 2-3 ടീമാണ്. ഹോഗൻ്റെ ടീം, സൂപ്പർ ഫ്ലൈ സിനീഗ്, പിന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ പെട്രോ മൊറാലീസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ താരങ്ങളുണ്ട്. എല്ലാവരും ഓരോ ടീമിലാണ്, ഓരോരുത്തരുടെ കൂടെയാണ്. അപ്പം ഒരു ദിവസം തന്നെ ഒരു 4-5 പേരുടെ കളി ഉണ്ടാവും. 1.5 മണിക്കൂർ 2 മണിക്കൂറാണ്. എല്ലാവർക്കും ഓരോ 20 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഉള്ള ഓരോ കളികളാണ്. അപ്പോൾ അതിൽ ഹോഗൻ്റെ കളി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആഴ്ചയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും ഒരാൾ പോലും പുറത്തു പോവില്ല. അത്രയും ആവേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ കളി കാണാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ ബോഡിയും ഒരു തുള്ളലുണ്ട്, ആ വിറയലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയവനാണ്. ജെയിൻറ്റിനെ അറിയാമല്ലോ. ജെയിൻ്റ് എന്ന് പറയുന്നത് വലിയൊരു മനുഷ്യനാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയൊരു മനുഷ്യനായിരുന്ന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന അത്രയും ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ പോലും ഈ തുള്ളൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇയാളെ തൂക്കിയെടുത്ത് അടിച്ചളയും. ആ ഒരു പവറാണ് കേട്ടോ. അതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഒരു യോന കാലമില്ല, ഞങ്ങളൊക്കെ എഴുതി നിന്ന് ചാട്ടമാണ് ഹോഗന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ നമ്മളിലൂടെ കടന്നുപോയി. പിന്നെ ഇങ്ങോട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 90-95 ഒക്കെ കാലഘട്ടമായപ്പോൾ 2000 കാലഘട്ടമൊക്കെ ആയപ്പോൾ പിന്നെ ഇദ്ദേഹം ഒരുപാട് പേരുടെ കയ്യിൽ ഇങ്ങനെ തോൽക്കാനൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനോടുള്ള പിന്നെ ഈ ഒരു പ്രത്യേകതരം അഡിക്റ്റ് ഉണ്ടല്ലോ, ഈ കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ പോലെയുള്ള, അതിൽ നിന്നൊക്കെ നമ്മൾ മോചിതരായി. പിന്നെ ഇദ്ദേഹത്തിനെയൊക്കെ അങ്ങ് തഴഞ്ഞു പുതിയ സ്റ്റാറുകൾ വന്ന് പിന്നെ നമ്മളിത് ഗുസ്തി എന്ന് പറഞ്ഞ സാധനം കാണാതെ തന്നെയായി. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ
ഒരു സത്യാവസ്ഥ നമുക്ക് മനസ്സിലായി. ഇതൊരു ഗെയിമാണെന്ന് നമുക്ക് മനസ്സിലായി. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു സത്യമായൊരു കളി തന്നെയാണ്, ഇതൊരു അടി തന്നെയാണ്, കഴിവ് ആരോഗ്യം കൊണ്ട് തന്നെയാണ് ഇത് കളിക്കുന്നത്. ആരോഗ്യം എന്തായാലും ഉണ്ടെന്നുള്ള ഒരു സംശയമൊന്നുമില്ല, കാരണം അവരെ ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇതൊരു ഗെയിമാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്കൊരു 7-8 വർഷം വേണ്ടി വന്നു. ഇതൊരു ഗെയിമായിരുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കും. അപ്പോഴും പിന്നെ നമുക്കറിയാമല്ലോ ഇതൊരു ഗെയിമാണ്. ശരിക്കും നമ്മൾ മറ്റുള്ള കളികൾ പോലെ തന്നെയാണ് ഇതൊരു അവർ പ്രാക്ടീസ് നടത്തി ചെയ്യുന്ന ഒരു ഗെയിമാണ്. അല്ലെങ്കിൽ പിന്നെ ഓരോ മനുഷ്യരെ അടിച്ചു കൊന്ന് മയ്യപ്പെട്ടിക്കകത്താക്കിയിട്ട് കുഴിച്ചിട്ടിട്ട് പിന്നെ അയാൾ അഴിച്ചു വരുമോ? അതൊക്കെ കാണിക്കുമ്പോൾ തന്നെ ഒക്കെ അറിയാമല്ലോ, അതൊക്കെ ഈ സീരിയൽ പോലെ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നൊക്കെ പിന്നീട് നമുക്കൊരു 90-95 കാലഘട്ടമൊക്കെ ആയപ്പോൾ നമുക്കിതെല്ലാം മനസ്സിലായി ഇതിൻ്റെ. പിന്നെ അതോടെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു. പിന്നെ ഈ അടുത്ത കാലത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇന്നത്തെ പിള്ളേരൊക്കെ രജനീകാന്തിൻ്റെയും വിജയിയുടെയൊക്കെ സിനിമകൾ, മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ സിനിമകൾ റിലീസാകാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഞങ്ങൾ അന്ന് ഒരാഴ്ച ഞങ്ങൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ് പണി ചെയ്യുന്നത്. ഈ 6 ദിവസത്തെ ജോലിയും കഴിഞ്ഞ് 7ാമത്തെ ദിവസം കിട്ടുന്ന ഒരു അവധി വ്യാഴാഴ്ച വൈകുന്നേരം ഒരു 4 മണിക്ക് റൂമിൽ വന്നു കഴിഞ്ഞാൽ അപ്പം മുതലേ ആഘോഷം തുടങ്ങും. ബഹ്റിനിൽ നിന്ന് ഈ ചാനൽ സംപ്രേഷണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം 7 മണിക്കാണ്. സൗദി സമയം 7 മണിയാകുമ്പോഴാണ്. ബഹ്റിൻ സമയം 8 മണിയോ കണ്ടാണ്. സൗദി സമയം 7 മണിക്കാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഞങ്ങൾ വന്ന് കുളിച്ച് എല്ലാവരും റെഡിയായി. അന്ന് ഇതുപോലെ ആ ആഴ്ചയിൽ ഗോകൻ്റെ കളി കണ്ടെന്ന് കഴിഞ്ഞാൽ ഈ മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ സിനിമയാണ് ഇന്നത്തെ യുവാക്കൾ കിടന്നിരിക്കും പോലെയാണ് ഞങ്ങൾ ആ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി. ഒന്നാമത് 14 ഇഞ്ച് കൊച്ചു ടി വിയാണ്, അതിലിരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള അത് ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റില്ല, ഇങ്ങനെ ഈ വെട്ടിയേ കാണുകയുള്ളൂ. അങ്ങനെയൊക്കെ കണ്ട ഒരു കാലം ഓർത്തുപോയി. അതുകൊണ്ടാണത്. പിന്നീട് ഞങ്ങൾ ഏകദേശം 1985-86 ആയപ്പോൾ ഞങ്ങൾ പുതിയ ടി വിയൊക്കെ മേടിച്ച്, പിന്നെ ഇവിടെ അന്നൊക്കെ VCR ഒക്കെ ഭയങ്കര ഇതാണ്. പിന്നെ VCR ആയി, VCP ആയി. ആദ്യം VCR ആണ്. VCRും ടി വിയും കൂടെയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ഇട്ട്. അന്ന് ഷെയറൊക്കെയാണ് എല്ലാത്തിനും. ഫ്രിഡ്ജ് വാങ്ങിക്കണത് ഷെയർ, ഫാന് വാങ്ങിക്കണത് ഷെയർ, എല്ലാം ഷെയറാണ്. ഒരു 6-7 പേര് റൂമിലുണ്ട്. ഓരോ റൂമിലുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് ഓരോ മാസം ശമ്പളം കിട്ടുമ്പോൾ എല്ലാവരും 200 രൂപ ഇതൊക്കെ ഇട്ട് വാങ്ങിച്ചാണ് ഇവരുടെ കളർ ടി വിയിൽ കാണാനുള്ള. ടി വിയിലൊക്കെ ഇവരുടെ ഇടിയൊക്കെ അങ്ങോട്ട് കാണുന്ന സമയത്ത് നമുക്ക് എന്തൊരു ആവേശങ്ങളായിരുന്നു എന്നറിയാം. അന്ന് ഇടിച്ചിട്ട് തലയൊക്കെ പൊട്ടിക്കുന്നത് പോലെയൊക്കെ അവർ കാണിക്കും. അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ മറ്റേ രജനീകാന്ത് ഇടിക്കുമ്പോൾ 1000 പേര് തെറിക്കുമ്പോൾ യുവാക്കൾ ഇരുന്നുണ്ടോ എന്ന് വിളിക്കണ പോലെ ഞങ്ങൾ ഇരുന്നുകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുമായിരുന്നു. അത്രയും ഒറിജിനലാണെന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ആ മനുഷ്യൻ അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. ഇന്നെങ്ങാണ്ടാണ് അത് വിട പറഞ്ഞത്. ഈ അടുത്ത് ഒരു 3-4 മണിക്കൂറെന്തേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ടെറി ജിൻ ബൊലിയ എന്നാണ്. 1953 ആഗസ്റ്റ് മാസം 11-ാം തീയതി അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബാൻഡിൽ ഗിറ്റാറിസ്റ്റായിട്ടാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ കായിക ബലമുള്ളതായിട്ട് എല്ലാവരും പറഞ്ഞും ഒക്കെയാണ് ഇദ്ദേഹത്തിന് ഇതിലേക്ക് ഒരു താല്പര്യം ഉണ്ടായി. പിന്നെ ഇതിലേക്ക് അദ്ദേഹം തിരിയുന്നത് സംഗീതമായിരുന്നു അദ്ദേഹത്തിന് ആദ്യം താല്പര്യമുണ്ടായിരുന്ന വിഷയം. പിന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശക്തിയൊക്കെ അദ്ദേഹം സ്വയം തിരിച്ചറിയുകയും പിന്നീട് ഇദ്ദേഹം ഇതിലേക്ക് തിരിയുകയാണ് ചെയ്തത്. 1977 ഇദ്ദേഹം ഈ റെസ്ലിങ്ങിലേക്ക് തിരിയുന്നത്. WWF എന്ന ആ കമ്പനിയുടെ കീഴിലാണ് വന്നത്. വന്നിട്ട് അദ്ദേഹം അവിടുത്തെ ഒരു ഐക്കൺ തന്നെയായിരുന്നു. അദ്ദേഹമായിരുന്നു ഇതിലെ ഏറ്റവും വലിയ ഹീറോ അന്നത്തെ കാലത്ത്. അദ്ദേഹത്തിൻ്റെ ഗുസ്തിയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വിറയലിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ചുവപ്പ് മഞ്ഞ ഇങ്ങനെയുള്ള കളർ ബനിയനുകളാണ് ഇട്ടുകൊണ്ട് വരുന്നത്. ആ ബനിയനെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കീറി ഇങ്ങനെ ഒരു എറിയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ വളരെ ആവേശം കൊള്ളിക്കുന്ന ചില രംഗങ്ങളാണ് അദ്ദേഹം കാണിക്കുന്നത്. അദ്ദേഹത്തിന് ആ ബനിയനൊക്കെ വലിച്ച് കീറിക്കൊണ്ട് അങ്ങോട്ട് തുള്ളൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് എന്തുകൊണ്ട് അടിച്ചാലും പുള്ളിക്ക് ഏൽക്കത്തില്ല. അത്രയും ഭയങ്കര പവർഫുള്ളായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. പിന്നെ ആ ഒറ്റ റൗണ്ടിൽ അത് ഏകദേശം ഒരു 2 മിനിറ്റോളം നിൽക്കും ഈ പവർ. ആ പവറിൽ ആരെ കിട്ടിയാലും അദ്ദേഹം അടിച്ച് വീഴും. ഇതൊക്കെ അഭിനയങ്ങളാണ് എങ്കിലും നമുക്ക് അന്ന് അതൊക്കെ ഒരു ഭയങ്കര ആവേശങ്ങളായിരുന്നു. അതൊക്കെ 80-82 കാലഘട്ടം എന്ന് പറയുന്നത് ഹൾക്ക് മാനിയയുടെ ഒരു ഫാൻസ് കാലഘട്ടമായിരുന്നു. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യനുണ്ടല്ലോ, ആന്ധ്ര ദി ജെയിൻറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ മനുഷ്യനെന്ന് പറയുന്നത് ഇദ്ദേഹത്തിനേക്കാൾ ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള എത്രയോ കിലോയൊക്കെ കൂടുതലുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ പോലും ഈ വിറയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തൂക്കിയെടുത്ത് അടിക്കുമായിരുന്നു. അദ്ദേഹത്തിനെ തന്നെ എത്രയെങ്കിലും പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പവർഫുൾ ടൈം തന്നെയായിരുന്നു. 1996 അദ്ദേഹം WCW മാറി. പിന്നെ
അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം തന്നെയായിരുന്നു അങ്ങോട്ട്, ചരിത്രയാത്ര തന്നെയായിരുന്നു കുറേ കാലത്തേക്ക്. പിന്നെ അദ്ദേഹം കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അമേരിക്കൻ TV-യിൽ. അതെല്ലാം വൻപൻ വിജയങ്ങളായിരുന്നു അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പരാജയങ്ങൾ തന്നെ ഏറ്റിട്ടില്ലാത്ത ഒരാളാണ്. പല പ്രാവശ്യം റെസ്ലിംഗിൽ തോറ്റിട്ടുണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവങ്ങളാണ്. പക്ഷേ അല്ലാതെ ജീവിത പരാജയങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് വമ്പൻ ഹിറ്റുകൾ തന്നെയാണ് എല്ലാ ഫീൽഡും നൽകിയത്. 2015 അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പും ഒരു വീഡിയോയും ഒക്കെ പുറത്തു വന്നിരുന്നു. ജാതി വിദ്വേഷങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ. അത് അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ WWE ഹാൾ ഓഫ് ഫെയിം എന്ന ലിസ്റ്റിൽ നിന്നും താൽക്കാലികമായി അദ്ദേഹത്തെ 2015 പുറത്താക്കി. അതിനുശേഷം പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഓപ്പറേഷനുകൾ വേണ്ടി വന്നു. കാൽമുട്ട്, കൈ, തോള്, ബാക്ക് സൈഡ് ഒക്കെ ഓപ്പറേഷനുകൾ ചെയ്യേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഊന്നുവടിയുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരെ എത്തിച്ചേർന്നു. ഏതൊരു മനുഷ്യൻ്റെയും എത്ര തന്നെ വലിയ മനുഷ്യനും അവസാനം വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. പേശിപ്പാട്ടിൻ്റെ രാജാവ് എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് പിന്നീട് കാണുന്നത്. 2025 ജൂലൈ മാസം 24-ാം തീയതി അദ്ദേഹം തൻ്റെ വീട്ടിൽ ഹാർട്ട് ഫെയിലായി വീഴുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 71-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. റെസ്ലിംഗ് ലോകത്തെ ഇന്ന് നിലവിലെ മുടിചൂട മന്നന്മാരായി നിലനിൽക്കുന്ന റോക്കും ജോൺ സീനാനും അതുപോലുള്ള എല്ലാ നല്ല കളിക്കാരുമൊക്കെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് കാലം ഞങ്ങൾ ആരാധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗുസ്തി കണ്ട് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.